കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയാണ് AICC ആസ്ഥാനത്ത് ശർമിളയെ സ്വാഗതം ചെയ്തത്. രാഹുൽ ഗാന്ധിയും ഷോളണിയിച്ചു. സംഘടനാ സെക്രട്ടറി KC വേണുഗോപാലും സന്നിഹിതനായിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് YS ശർമിള പറഞ്ഞു. Happy to be joining the Congress party today, to be merging YSR Telangana party into the Congress party today. It was my father's dream to make Rahul Gandhi the Prime Minister, and I will work towards it. കർണാടകയിൽ നിന്നും ശർമിളയെ രാജ്യസഭയിൽ എത്തിക്കാനും കോൺഗ്രസ് തയ്യാറായേക്കും. പാർട്ടി നേതാക്കളുമായുള്ള ചർച്ചയ്ക്കിടെ ശർമിള തന്നെ ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിരുന്നു. ദക്ഷിണേന്ത്യയിൽ ശക്തി കേന്ദ്രമായിരുന്ന ആന്ധ്രാപ്രദേശ് തിരിച്ചു പിടിക്കുക എന്ന ദൗത്യമാണ് ശർമിളയെ ഉൾപ്പെടുത്തുക വഴി കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ മരണത്തോടെ സംസ്ഥാന വിഭജനവും അതുവഴി കോൺഗ്രസിന്റെ തകർച്ചയുമാണ് കണ്ടത്. 13 കൊല്ലത്തിന് ശേഷം YSRന്റെ കുടുംബത്തിലെ ഒരംഗം മടങ്ങി വരുന്നത് നേട്ടമാകുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. മകൻ ജഗൻമോഹൻ റെഡ്ഡി YSR കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി അധികാരത്തിൽ നിന്നും കോൺഗ്രസിനെ പുറത്താക്കി. തെലങ്കാനയിൽ സഹോദരി ശർമിളയും കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തിയിരുന്നു. എന്നാൽ തെലങ്കാന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശർമിളയെ കോൺഗ്രസ് അനുനയിപ്പിച്ചു. ഡൽഹിയിൽ സോണിയാഗാന്ധിയെ കണ്ട ശേഷം തെലങ്കാന തെരഞ്ഞെടുപ്പിൽ നിന്ന് ശർമിളയും YSR തെലങ്കാന പാർട്ടിയും വിട്ടുനിന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ സഹായിച്ചുവെന്ന് ഫലം വ്യക്തമാക്കുന്നു. ആന്ധ്രാപ്രദേശിൽ 2019 നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആകെ ലഭിച്ചത് 1.17% വോട്ടാണ്. ഒരു സീറ്റിൽ പോലും ജയിച്ചില്ല. ജഗൻമോഹൻ റെഡ്ഡിയുടെ തേരോട്ടത്തിന് സഹോദരിയെ രംഗത്തിറക്കി തടയിടാൻ കഴിയുമോ എന്നാണ് കോൺഗ്രസ് നോക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.